വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമതി ആശ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് നടക്കാൻ പോകുന്നത്. ഇതൊരു വളരെ എളിയ ഒരു സംരംഭമാണ്. ആശ നേരത്തെ ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതൊരു യാത്രാവിവരണമാണ്. നമുക്കറിയാം, കോവിഡ് എന്ന് പറയുന്നത് എല്ലാവരും വളരെ ഭീതിയോടുകൂടി കാണുന്ന ഒരു സംഭവമാണ് ഇന്നും. പക്ഷേ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ വേറെ ചില നല്ല ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോവിഡിൻ്റെ വീട്ടിൽ അടച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ആൾക്കാർ അവരവരുടെ അഭിരുചിക്കനുസരിച്ച് ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു. നമുക്കറിയാം, കൃഷിയും അതുപോലെ ഗാർഡനിങ്ങും ഒക്കെ ആ കാലഘട്ടത്തിൽ വളരെ സജീവമായിട്ട് വന്നൊരു പ്രവൃത്തികളാണ്. കൂട്ടത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയുടെ സാഹചര്യങ്ങളെ മാക്സിമം ഉപയോഗപ്പെടുത്തി സർഗശക്തിയുള്ളവർ അവരുടെ കലാസൃഷ്ടികൾ ഓൺലൈനിൽ കൂടി പ്രചരിപ്പിക്കുകയും സാഹിത്യ കൂട്ടായ്മകൾ ഉണ്ടാകുകയും അങ്ങനെ ഒരു വലിയ മൂവ്മെൻറ്റ് നമ്മുടെ സമൂഹത്തിലുണ്ടായി. പുസ്തകങ്ങൾ ആൾക്കാർ വായിക്കുന്ന കുറവാണെന്ന് പറയുമെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഇന്ന് ആൾക്കാർ ധാരാളം സാഹിത്യ സൃഷ്ടികൾ പ്രചരിപ്പിക്കുകയും വായിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അങ്ങനെ കോവിഡ് കാലഘട്ടത്തിൽ ഈ എഴുത്ത് എന്ന പരിപാടിയിലേക്ക് കടക്കുന്നതിനാലാണ് ശ്രീമതി ആശ. നേരത്തെ ചെറിയ കവിതകളൊക്കെ കുത്തിക്കുറിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, അതാരും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഈ കോവിഡ് സമയത്ത് ആശ എഴുതിയ ചെറിയ ചെറിയ കവിതകളൊക്കെ സോഷ്യൽ മീഡിയ, വാട്സാപ്പ്, ഫേസ്ബുക്ക് മുതലായ മീഡിയയിൽ കൂടി പുറത്തു വന്നപ്പോൾ ആൾക്കാരിൽ നിന്ന് കിട്ടിയ ഒരു നല്ല പ്രതികരണമായിരിക്കാം കൂടുതൽ എഴുതാനും ആ രീതിയിൽ അതിൽ സജീവമാകാനും ഇടയായത്. ഈ പുസ്തകം ഞങ്ങൾ കുടുംബം സ്വകാര്യമായ ചില യാത്രകൾ നടത്തിയ കൂട്ടത്തിൽ കുറിച്ചിട്ട അനുഭവങ്ങളും കാഴ്ചകളും കണ്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതും ഒരു സീരിയലായിട്ട് വാട്സാപ്പിൽ കൊടുക്കുകയും ആൾക്കാരുടെ പ്രതികരണമൊക്കെ വന്നപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും അടുത്ത ആൾക്കാരൊക്കെ അതിന് കളയരുത്, നമുക്കൊരു പുസ്തകമാക്കണം എന്നൊക്കെ പറഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ വീണ്ടും ഒരു